ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴേ ഇന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഒരു വട്ടമൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും നിങ്ങൾ ഇതിൻ്റെ ഫാനായിട്ട് മാറും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. അപ്പോഴിതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ തന്നെ ഒന്ന് അമർത്തിയേക്കണേ. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ ഒന്ന് എടുത്ത് ക്ലീൻ ആക്കി ഒന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൽ കുറച്ച് മസാലയൊക്കെ തേച്ച് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു 1.25 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എരിവ് കുറഞ്ഞ കാശ്മീരി ചില്ലിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂണോളം ചിക്കൻ മസാലയാണ് കേട്ടോ ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല ചേർത്താൽ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം ഗരം മസാല ചേർക്കുന്നതാണ്. എൻ്റെ കയ്യിൽ തീർന്നു പോയതുകൊണ്ടാണ് ഞാൻ ചിക്കൻ മസാല ചേർത്ത്. പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തൈര് എടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് പുളിയുള്ള തൈരൊന്നും എടുക്കണ്ട. കുറച്ച് പുളി കുറഞ്ഞ തൈര് നോക്കി എടുത്താൽ മതി. ഇനി ഇത് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് നന്നായിട്ടൊന്ന് ഇതിലെല്ലാം ഒന്ന് പിടിപ്പിച്ച് എടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് അവിടെ നിന്ന് ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ. ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ചെറിയ പണിയും കൂടെ ഉണ്ട്. അപ്പം ഞാനൊരു പാൻ ഒന്നെടുത്ത് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ പാനിൽ തന്നെയാണ് കറിയും എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് തന്നെ എടുത്താൽ മതി. ഇനി അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് സവാളയൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിനാണ് ഈ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇനി ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് ഒരു 4 സവാള ഞാനൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം 4 എടുത്തത് നല്ല തീരെ ചെറുതായതിൻ്റെ പേരിലാണ് 4 എടുത്തത്. അല്ലെങ്കിൽ അത്യാവശ്യം വലുതാണെങ്കിൽ ഒരു 3 ഒക്കെ എടുത്താൽ മതിയാവുമേ. അത് നന്നായിട്ട് ഒന്ന് കനം കുറച്ച് ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്നങ്ങ് ഫ്രൈ ആക്കി എടുക്കണം. നമ്മൾ ഈ കറിയിലേക്ക് സവാളയൊക്കെ ഫ്രൈ ചെയ്താട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്നങ്ങ് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഞാൻ വളരെ കുറച്ച് ഓയിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇപ്പോൾ ഒന്ന് ഫ്രൈ ആയൊക്കെ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ദാണ്ടെ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാകം വരെ മതിയാവും. ഇനിയും കുറച്ചും കൂടെ ഫ്രൈ ആക്കാൻ നിൽക്കണ്ട കേട്ടോ, അപ്പോഴേക്കും കരിഞ്ഞു പോവും. അപ്പോൾ ഇത് നമുക്ക് ഈ പാനിൽ നിന്ന് അങ്ങോട്ട് കോരി മാറ്റി വെക്കാം. അപ്പോൾ ദാണ്ടെ എല്ലാം ഇതുപോലെ ഒന്നങ്ങ് മാറ്റി വെക്കാം. ഒന്ന് തണുത്ത് വരട്ടെ. ഇപ്പോൾ ദാണ്ടെ ഞാൻ എല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി അതേ പാനിലോട്ട് തന്നെ നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓയിൽ ഒരുപാടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചെടുത്തങ്ങ് മാറ്റണേ. എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളതുകൊണ്ട് ഞാൻ മാറ്റുന്നൊന്നുമില്ല. അതുപോലെ തന്നെ അതിലേക്ക് തന്നെ ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ആ എണ്ണയിലിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളി ഞാനിവിടെ 2 എടുത്ത് ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുത്തതാണ് കേട്ടോ, ഒന്ന് പ്യൂരി ആക്കിയതാണ്. അപ്പോൾ അതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു സംഭവം ചേർക്കാൻ മറന്നുപോയായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് തന്നെ അങ്ങ് ചേർത്താൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ അന്നേരം വിട്ടുപോയത് കൊണ്ടാണ് ഇപ്പം ചേർക്കുന്നത്. ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം.
നന്നായിട്ട് ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ, അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്തിട്ട് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. കാര്യം ചിക്കനകത്ത് നിന്നൊക്കെ വെള്ളം ഒരുപാട് ഇറങ്ങി വരും. അപ്പോൾ കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. ഞാൻ വളരെ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ജസ്റ്റ് വീണ്ടും ഒന്നും കൂടെ ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ 2 ചേർക്കുന്നുള്ളൂ. ഇനി ഇത് നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയേ. ഇനി നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ ആ സവാളയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്, ഫ്രൈ ആക്കി വെച്ചേക്കുന്നത്. അതൊന്ന് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വലിയ ജീരകം ഉണ്ടല്ലോ, പെരുംജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കസ്കസും കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. ആ കവറിൽ തന്നെ 2 മിക്സ് ആയിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്. ഇനി അതിലേക്ക് ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം അതും കൂടെ ചേർത്തിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് വെള്ളം ഒന്നും ചേർക്കാതെ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാവേ. നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ദാണ്ടെ ഇതുപോലെ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്കങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ദാണ്ടെ നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ നന്നായിട്ടൊന്നങ്ങ് വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും നമ്മളിവിടെ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ സവാളയുടെ മിക്സ് ഉണ്ടല്ലോ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ സവാള ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോഴേക്കും ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയുടെ ആ ടേസ്റ്റേ അല്ല കേട്ടോ, വ്യത്യസ്ത രീതിയിലുള്ള ടേസ്റ്റിലാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിത് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ അങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പം തന്നെ നമ്മുടെ ആ കളറൊക്കെ മാറുന്ന കാണാം കേട്ടോ. വേറൊരു കളറുമാണ്, നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറാണ്. കാണുമ്പോഴേ നമുക്ക് കഴിക്കാൻ തോന്നുന്ന ഒരു രീതിയിലാണ് കേട്ടോ ചിക്കൻ കറി കിട്ടുന്നത്. ഇപ്പോൾ ദാണ്ടെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. കണ്ടോ കളറ് മാറിയത് കണ്ടോ പെട്ടെന്ന് തന്നെ. നല്ല രസമാണ് കാണാൻ തന്നെ. ഇപ്പോൾ ദാണ്ടെ ഞാൻ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുള്ളതായിട്ട് തോന്നി കേട്ടോ. അപ്പം നിങ്ങളും നോക്കിയിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കണം ഈ സമയമാകുമ്പം. അപ്പം ഞാനൊരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കസൂരി മേത്തിയൊക്കെ ചേർക്കുമ്പോഴേക്ക് കറിക്ക് നല്ലൊരു മണമാണ് കേട്ടോ. പുറത്താൾ വന്ന് നിൽക്കുമ്പോഴേ അകത്ത് പക്ഷെ അകത്തുനിന്ന് നല്ലൊരു മണം അങ്ങോട്ട് വരും. അത്രയ്ക്ക് നല്ലൊരു മണമാണ് കസൂരി മേത്തി ചേർക്കുമ്പോൾ. കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ആണ് ഞാൻ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 1-2 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു 1-2 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചാൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ ദാണ്ടെ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആഹാ എന്ത് മണമാണ് കേട്ടോ. ഇത് അങ്ങോട്ട് തുറക്കുമ്പോഴേക്ക് നല്ലൊരു മണം അങ്ങോട്ട് അടിച്ചു വരുന്നത്. നല്ല ടേസ്റ്റിയുമാണ്. അപ്പം നിങ്ങൾ ചിക്കൻ കറി ഇതുപോലെ ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ആക്കി നോക്കിക്കോളൂ. വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നമുക്കിത് ഒട്ടും വെയിറ്റ് ചെയ്യാതെ ചൂടോടെ തന്നെ അങ്ങോട്ട് സെർവ് ചെയ്താലോ. അപ്പോൾ വായോ, നമുക്ക് ചൂടോടെ തന്നെ ഇതങ്ങോട്ട് സെർവ് ചെയ്യാം. അപ്പം നിങ്ങൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.